നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മൂവാറ്റുപുഴ വണ്ടിപ്പേട്ടയിൽ വാഹന ജീവനക്കാർക്കായി നിർമ്മിച്ച വിശ്രമമുറി ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന നിലയിൽ. പ്രദേശത്തെ ഡ്രൈവർമാർക്ക് വിശ്രമിക്കാൻ ഏക ആശ്രയമായിരുന്ന കെട്ടിടമാണ് ജീവന് തന്നെ വലിയ അപകട ഭീഷണിയായി മാറിയിരിക്കുന്നത്. മൂവാറ്റുപുഴ വണ്ടിപ്പേട്ടയിൽ വാഹന ജീവനക്കാർക്കായി നിർമ്മിച്ച വിശ്രമമുറി ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിൽ. പ്രദേശത്തെ ഡ്രൈവർമാർക്ക് വിശ്രമിക്കാൻ ഏക ആശ്രയമായിരുന്ന കെട്ടിടമാണ് ഇപ്പോൾ ജീവന് തന്നെ വലിയ അപകട ഭീഷണിയായി മാറിയിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷമായി കെട്ടിടം പൂർണ്ണമായും തകർച്ചയുടെ വക്കിലാണ്. മേൽക്കൂരയും ചുമരുകളും ഇടിഞ്ഞു തുടങ്ങിയ നിലയിലാണുള്ളത്. കൂടാതെ കെട്ടിടത്തിന്റെ ഭിത്തികളിലേക്ക് മരത്തിന്റെ വേരുകൾ ആഴ്ന്നിറങ്ങിയിട്ടുമുണ്ട്. നേരിയൊരു കാറ്റോ മഴയോ ഉണ്ടായാൽ പോലും കെട്ടിടം പൂർണ്ണമായും നിലംപൊത്താവുന്ന അവസ്ഥയിലാണുള്ളത്. നിലവിൽ ജീവൻ പണയം വെച്ചാണ് ഡ്രൈവർമാരും മറ്റ് തൊഴിലാളികളും പരിസരത്ത് നിൽക്കുന്നത്. കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാട്ടി തൊഴിലാളികൾ 1 വർഷം മുൻപ് തന്നെ നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകിയിരുന്നു. കഴിഞ്ഞ നഗരസഭാ ഭരണസമിതിയുടെ കാലത്താണ് പരാതി സമർപ്പിച്ചത്. എന്നാൽ കെട്ടിടത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്താനോ ഡ്രൈവർമാർക്കായി ബദൽ സംവിധാനം ഒരുക്കാനോ നഗരസഭാ അധികൃതർ ഇതുവരെയും തയ്യാറായിട്ടില്ലെന്ന് തൊഴിലാളികൾ ആരോപിക്കുന്നു. 5 കൊല്ലമായിട്ട് ഈ സാധനം പൊളിഞ്ഞാടാറായി ഇങ്ങനെ നിൽക്കുന്നു. കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് അബ്ദുസലാംക്ക ഒപ്പിട്ട് മുനിസിപ്പൽ സെക്രട്ടറിക്ക് ഞങ്ങൾ വിശദമായി പരാതി കൊടുത്ത് മുനിസിപ്പൽ സെക്രട്ടറി അതിനകത്ത് അടിയന്തരമായ നടപടി വേണമെന്ന് പറഞ്ഞ് ഒപ്പിട്ട് കൈമാറിയതാണ്. അതിന് ശേഷം 1 കൊല്ലമായി ഇതുവരെ ഈ കെട്ടിടം 2 പ്രാവശ്യം വീണ്ടും പൊളിഞ്ഞു ചാടി. ഇതുവരെ ഇതിന് നടപടി ഉണ്ടായിട്ടില്ല. ആരെങ്കിലും ദേഹത്ത് വീഴുമ്പോഴാണോ ഇതിന് ഒരു നടപടി ഉണ്ടാകുന്നതെന്ന് മുനിസിപ്പാലിറ്റി സെക്രട്ടറിയുടെ അടുത്ത് ഞങ്ങൾ ചോദിക്കുകയാണ്. അതുപോലെ തന്നെ ഈ മരങ്ങൾ ഈ മഴയത്തും കാറ്റത്ത് 3 പ്രാവശ്യം ഇതിൻ്റെ ശിഖരങ്ങൾ ഒടിഞ്ഞ് വണ്ടിയുടെ മുകളിലേക്ക് ചാടി. ഈ ശിഖരങ്ങൾ എത്രയും പെട്ടെന്ന് വെട്ടിമാറ്റണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ ഈ താഴെയുള്ള കടയുടെ മുകളിലുള്ള ശിഖരങ്ങളും 2 പ്രാവശ്യം ഈ കടയുടെ മുകളിലേക്ക് ചാടി ഞങ്ങൾ പരാതി കൊടുത്തിരുന്നു. ഇതുവരെ ഇത് വെട്ടാൻ ഒരാൾ വരികയോ അത് അന്വേഷിക്കുകയോ ചെയ്തിട്ടില്ല. ഇപ്പോഴത്തെ കൗൺസിലർ വന്നതിന് ശേഷം 1 പ്രാവശ്യം അവരുടെ അടുത്ത് പറഞ്ഞായിരുന്നു. അപ്പോൾ മുമ്പ് പരാതി കൊടുത്തിട്ടുണ്ടെന്നും അതുവഴി ഞങ്ങൾ രേഖപ്പെടുത്തിയായിരുന്നു. ഇതുവരെ അതിനൊരു നടപടി ഉണ്ടായില്ല. ഇനി ഒരാളുടെ ജീവൻ പോകുമ്പോഴാണോ ഇതിനൊക്കെ നടപടി ഉണ്ടാകുന്നതെന്ന് ഞങ്ങൾ ചോദിക്കുകയാണ്. എത്രയും പെട്ടെന്ന് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് ആവശ്യമുയരുന്നത്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. പഠനത്തിനപ്പുറം ജീവിതം തൊട്ടറിയാം. ഭാവിയെ രൂപപ്പെടുത്തുന്ന അറിവിന്റെ തിരുമുറ്റം നിർമ്മല കോളേജ് മൂവാറ്റുപുഴ. റാങ്കുകളുടെ തിളക്കമാർന്ന പാരമ്പര്യം. NAC A++ മികവിന്റെ കരുത്തിൽ വിജയത്തിലേക്കുള്ള നിങ്ങളുടെ ഉറച്ച ചുവടുവെപ്പ്. ഇവിടെ സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട്. നിങ്ങളുടെ സർഗാത്മകതയെ ലോകത്തിന് മുന്നിലെത്തിക്കാൻ നിർമ്മല കൂടെയുണ്ട്. വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ.